നിങ്ങളുടെ ലിംഗം നോർമൽ ആണോ എന്നുള്ളൊരു ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോൾ പലരുടെ മനസ്സിലും പല കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യങ്ങൾ നോർമൽ ആണോ, ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ നോർമൽ ആണോ, പലതരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട്. അപ്പോൾ ജനറൽ ആയിട്ട് വരുന്ന കുറച്ച് സംശയങ്ങൾ കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ തീർച്ചയായിട്ടും കവർ ചെയ്യുന്നതായിരിക്കും. സോ വീഡിയോ മൊത്തം തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ടോപ്പിക്കിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം കൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നല്ല എനർജറ്റിക് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്. അതേപോലെ തന്നെ നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള മൂലകങ്ങൾ ആവശ്യമാണ് നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. ഇപ്പോൾ മെഗ്നീഷ്യം ആവശ്യമാണ്, അയൺ ആവശ്യമാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് നമുക്ക് ആവശ്യമാണ്. ഇതെല്ലാം കിട്ടുന്ന ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്നൊരു കാര്യമാണ് ശിലാജിത്ത് എന്നുള്ളത്. അപ്പോൾ നല്ലൊരു പ്യുവർ ഹിമാലയൻ ശിലാജിത്ത് ഞാൻ പരിചയപ്പെടുത്തി തരാം. നേച്ചർ മാനിയുടെ പ്യുവർ ഹിമാലയൻ ശിലാജിത്ത്. ഇതിൽ മെയിനായിട്ട് ഫുൾവിക് ആസിഡ് ഉണ്ട്, മെഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്, പൊട്ടാസ്യം പോലുള്ള കാര്യങ്ങളൊക്കെ മെയിനായിട്ട് അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ സെക്ഷൽ ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഹോർമോൺ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മുടെ എനർജി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാർട്ടിൻ്റെ ഹെൽത്ത്, ഇമ്മ്യൂണിറ്റി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മൾ ഡൈജസ്റ്റുമായി ബന്ധപ്പെട്ട് സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടൊക്കെ ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇതിൽ നൽകിയിരിക്കുന്ന സ്പൂൺ കൊണ്ട് ഒരു ചെറിയ പീ സൈസ്ഡ് ആയിട്ടുള്ള ശിലാജിത്ത് എടുക്കുക. ദെൻ നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക. അങ്ങനെ ഡെയിലി ടോയ്സ് നമ്മളിത് കുടിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു 2 months ഉപയോഗിക്കുമ്പോഴാണ് ഒരു ബെസ്റ്റ് റിസൾട്ട് അവകാശപ്പെടുന്നത് എന്നുള്ളതാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസോ കാര്യങ്ങളോ ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഡോക്ടറെ കണ്ടതിന് ശേഷം ഉപയോഗിക്കുക എന്നുള്ള പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് ടൈമിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമ്മുടെ ടോപ്പിക്കിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, ലിംഗത്തിന്റെ വളവാണ് ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് വരുന്ന ഒരു സംശയം എന്നുള്ളത്. അപ്പോൾ ലിംഗത്തിന്റെ വളവ് ഇടത്തോട്ടോ വലത്തോട്ടോ ഒക്കെ ചെറുതായിട്ട് കാണുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ്സോ കാര്യങ്ങളോ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വളരെ നോർമലാണ്, കോമണുമാണ്. ഓക്കെ. അപ്പോൾ പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, ലിംഗത്തിന്റെ കേസിൽ ഇപ്പോൾ കാര്യമായിട്ടുള്ള വളവ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ സെക്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ഉദാഹരണം സംഭവിക്കുമ്പോൾ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുടെ കേസിൽ വേദന അനുഭവപ്പെടുക എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. സോ അവർ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. അത് പൈറോണിസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരിക്കുന്നതാണ്. സോ അങ്ങനെ കാര്യമായിട്ടുള്ള ബെൻഡ് ഉണ്ട്, ഉദ്ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, സെക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷനൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം. അതല്ലാതെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ചെറിയ ബെൻഡോ കാര്യങ്ങളോ ഒരു പ്രശ്നമേ അല്ല എന്നുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് എടുക്കേണ്ട കാര്യമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് നേരെയാക്കാൻ വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക എന്നുള്ളതാണ്. രണ്ടാമത് കാണുന്ന ഒരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലിംഗം നമ്മുടെ ശരീരത്തെക്കാൾ കൂടുതൽ ഡാർക്ക് ആയിട്ട് ഇരിക്കുന്നു എന്നുള്ളത്. ഈ ഒരു കേസിലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. അത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. നമ്മുടെ സെക്സ് ഹോർമോണിന്റെയൊക്കെ ആക്ഷന്റെ ഫലമായിട്ട് നമ്മുടെ പ്രൈവറ്റ് ഏരിയയിൽ കൂടുതൽ മെലാനിൻ പിഗ്മെന്റേഷൻ സംഭവിക്കുന്നതുകൊണ്ടാണ് അവിടെ ഡാർക്ക് ആയിട്ട് കാണുന്നത്, നമ്മുടെ ശരീരത്തെക്കാൾ കൂടുതൽ ഡാർക്ക് ആയിട്ട് കാണുന്നത്. അത് പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല, നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. നോർമലായിട്ട് കണ്ടിട്ട് ഹാപ്പി ആയിട്ട് പോവുക, അനാവശ്യ ട്രീറ്റ്മെന്റിന് മുതിരേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. ഇനി ഒരുപാട് സുഹൃത്തുക്കൾക്ക് വരുന്ന കൺഫ്യൂഷനാണ് നമ്മുടെ ലിംഗത്തിന്റെ അഗ്രചർമ്മത്തിനെ പറ്റിയിട്ട്. ഈ അഗ്രചർമ്മം ടൈറ്റ് ആയിട്ട് നിൽക്കുന്നു, പിന്നോട്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അങ്ങനെയുള്ള ഒരാളുടെ കേസിൽ സംഭവിക്കാൻ സാധ്യതയുള്ളത്, അവിടെ വൃത്തിയാക്കാൻ പറ്റാത്ത പക്ഷം അടിക്കടി ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുക, അതുപോലെ തന്നെ സെക്സ് ചെയ്യുമ്പോൾ ചിലപ്പം വേദന കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു, ഇങ്ങനെയുള്ള സിറ്റുവേഷൻസുകൾ വരാം. അവർ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് അനുയോജ്യമായ സൊല്യൂഷൻസുകൾ എടുക്കേണ്ടതായിട്ട് വരും. അതായത് സർക്കംസിഷനൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, അതായത് അഗ്രചർമ്മം റിമൂവ് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ്. സോ അങ്ങനെ ടൈറ്റ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് അനുയോജ്യമായ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസുകൾ തീർച്ചയായിട്ടും തേടുക എന്നുള്ളതാണ് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്. ഇനി ഇതേപോലെ തന്നെ ഈ അഗ്രചർമ്മത്തിന്റെ കേസിൽ പലരുടെ കേസിലും വരുന്ന മറ്റൊരു കൺഫ്യൂഷനാണ്, ഈ ലിംഗത്തിന് ഹെഡിന് താഴെയായിട്ട് ഈ അഗ്രചർമ്മം ലോക്കായി നിൽക്കുക. അതിന് പാരാഫൈമോസിസ് എന്നൊക്കെ പറയും. ഇങ്ങനെ ഹെഡിന് താഴെ അഗ്രചർമ്മം ടൈറ്റായി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു ബ്ലഡ് ഫ്ലോയെ കാര്യങ്ങളൊക്കെ ബാധിക്കും, അവിടെയുള്ള സ്കിൻ അഴുകാൻ തുടങ്ങും. അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലോട്ട് നയിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ സ്കിൻ ലോക്കായി നിൽക്കുന്ന അവസ്ഥയുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണുകയും അനുയോജ്യമായ സൊല്യൂഷൻസുകൾ എടുക്കുക എന്നുള്ളതാണ്. ഇനി വരുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലിംഗത്തിന്റെ ഹെഡും അതുപോലെ തന്നെ അഗ്രചർമ്മവും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. ആ ലിംഗത്തിന്റെ ഹെഡിന് താഴ്വശത്തായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും. അതിനെ ഫ്രണ്ടുലം എന്ന് പറയും. ഈ ഒരു കണക്ഷൻ ഉണ്ടാവുന്നത് എന്തോ അബ്നോർമൽ വിഷയമാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത് നോർമലായിട്ട് ആൾക്കാരിൽ കാണുന്ന ഒരു കാര്യമാണ് ഈ ഫ്രണ്ടുലം എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്കിൻ കണക്ഷൻ എന്നുള്ളത്. അത് നോർമലായിട്ടുണ്ട്. പക്ഷെ നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറയുന്ന സ്കിൻ കണക്ഷൻ, ഈ ഒരു ഫ്രണ്ടുലത്തിന്റെ ലെങ്ത് ചിലരിൽ കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കേസിൽ ഈ അഗ്രചർമ്മം പിന്നോട്ടാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇതിൻ്റെ ലെങ്ത് കുറവാണല്ലോ, ഈ കണക്ഷൻ ഇങ്ങനെ ചെറുതായി നിൽക്കുന്നതുകൊണ്ട് പിന്നോട്ടാക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെയുള്ളവരുടെ കേസിൽ അതിനെ ഷോർട്ട് ഫ്രണ്ടുലം എന്ന് പറയും, അല്ലെങ്കിൽ ഫ്രണ്ടുലം ബ്രിബേ എന്ന് പറയും. സോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുള്ളവരുടെ കേസിൽ ഈ സെക്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വലിഞ്ഞിട്ട് വേദന അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇത് ബ്രേക്ക് ആവാനുള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. ബ്രേക്ക് ആയി കഴിഞ്ഞാൽ കാര്യമല്ല, ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ ഇതിൻ്റെ ലെങ്ത് കുറവാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ അതും തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ടിട്ട് അത് കട്ട് ചെയ്ത് റിമൂവ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യാം. ഒരു സെക്ഷൽ ലൈഫിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് അത് റിമൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് സെക്സ് ചെയ്യുന്ന സമയത്ത് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ ഉണ്ടാവില്ല, പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ലെങ്ത് കുറവാണെങ്കിൽ സൊല്യൂഷൻ കാണുക, അല്ലാണ്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ്.
പിന്നെ പലർക്കും വരുന്ന കൺഫ്യൂഷനാണ് ലിംഗത്തിന്റെ പുറത്ത് ചെറിയ ഈ പറയുന്ന ബ്ലഡ് വെസൽസുകൾ കാണുന്നു, കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്നു എന്നുള്ളത്. സിരകൾ, നമ്മുടെ സിരകളാണ് നമുക്ക് കുറച്ചും കൂടി എക്സ്പോസ്ഡ് ആയിട്ട്, സൂപ്പർ എക്സ്പോസ്ഡ് ആയിട്ട് കാണുന്നത് വളരെ സ്വാഭാവികമാണ്. അതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ്സോ കാര്യങ്ങളോ എടുക്കേണ്ട കാര്യമൊന്നുമില്ല, നോർമലായിട്ടുള്ള കാര്യമാണ്. ഇനി നേരെ മറിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പെട്ടെന്ന് ബ്ലഡ് വെസൽസിന്റെ കേസിൽ കാര്യമായിട്ട് തടിച്ചു നിൽക്കുന്നു, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതുപോലെ സ്കിന്നിൽ എന്തെങ്കിലും മാറ്റങ്ങൾ, ഇപ്പോൾ എന്തെങ്കിലും കുരുക്കൾ കാണുന്നു, അവിടെ റെഡ്നെസ് കാണുന്നു, കാര്യമായിട്ടുള്ള ചൊറിച്ചൽ അനുഭവപ്പെടുന്നു, അങ്ങനെയുള്ള എന്ത് തരത്തിലുള്ള മാറ്റങ്ങളും ആയിക്കോട്ടെ, തീർച്ചയായിട്ടും ഉടനെ ഡോക്ടറെ കാണുകയും അനുയോജ്യമായി ട്രീറ്റ്മെന്റ്സുകൾ എക്സാമിൻ ചെയ്തിട്ട് അനുയോജ്യമായ ട്രീറ്റ്മെന്റ്സുകൾ എടുക്കേണ്ടതാണെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഡൗട്ടുകളും അതിന് ഡോക്ടറെ കാണേണ്ടതുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കുക. കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഫോളോ ചെയ്തൊക്കെ മറക്കണ്ട. മറ്റൊരു വീഡിയോ കാണാം. ബൈ ഗൈസ്.